ഹായ് ഓൾ, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സത്യം എന്ന തമിഴ് മൂവിയുടെ വിശേഷങ്ങളുമായിട്ടാണ്. 2025 ഫെബ്രുവരി 28-നാണ് ഈ ചിത്രം റിലീസായത്. ഇതിൽ അഭിനയിച്ചിരിക്കുന്നത് ആദി, ലക്ഷ്മി മേനോൻ തുടങ്ങിയവരാണ്. ഇത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് അരിവഴകൻ ആൻഡ് വെങ്കടാചലമാണ്. ഇത് എഴുതിയതും അവർ തന്നെയാണ്. മ്യൂസിക് ചെയ്തിരിക്കുന്നത് തമനാണ്. പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ശിവ ആൻഡ് ഭാനുപ്രിയ ശിവയാണ്. സിനിമാറ്റോഗ്രാഫി ചെയ്തിരിക്കുന്നത് അരുൺ ഭരതനാണ്. ഇനി ഈ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ പേര് പോലെ തന്നെ ശബ്ദം ആണ് ഈ ചിത്രത്തിൽ കൂടുതലുമുള്ളത്. സിനിമയുടെ തുടക്കത്തിൽ തന്നെ ഒരു കോളേജിലെ 2 വിദ്യാർത്ഥികൾ അടുത്തടുത്തായി കൊല്ലപ്പെടുന്നു. അത് അന്വേഷിക്കാൻ വരുന്ന ഒരു ഓഫീസർ ആ ഗ്രാമത്തിലുള്ളവരെല്ലാം കൂടി ഇതൊരു പ്രേതബാധ മൂലമാണ് ഈ മരണം സംഭവിച്ചത് എന്നുള്ള ഒരു നിഗമനത്തിലെത്തുകയും അങ്ങനെ അവർ മീറ്റിംഗ് കൂടുന്നു, ചർച്ച നടത്തുന്നു, പ്രേതവുമായി ബന്ധമുള്ള ഒരാളിനെ കൊണ്ടുവരുന്നു. അങ്ങനെയൊക്കെയുള്ള കുറേ സംഭവങ്ങളാണ് ഇതിൻ്റെ ഇതിവൃത്തം. കോളേജിൽ തന്നെ ഇതിൽ നായിക ജോലി ചെയ്യുന്നുണ്ട്. നായികയ്ക്ക് ഈ പ്രേതബാധയിലൊന്നും വിശ്വാസമില്ലാത്ത ഒരാളാണ്. അപ്പോൾ ഇവർ കൊണ്ടുവരുന്ന ഇൻസ്ട്രുമെൻസൊക്കെ വെച്ച് നോക്കിയിട്ട് പ്രേതത്തിൻ്റെ ശബ്ദമൊക്കെ അതിൽ ഡിറ്റക്റ്റ് ആവുകയും നായികയ്ക്ക് അതിനെ തുടർന്ന് ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാവുകയും ആ ഒരു സംഭവത്തോടു കൂടി നായികയ്ക്ക് ഈ പ്രേതത്തിൽ വിശ്വാസം വരികയും പിന്നെ അങ്ങനെയൊക്കെ മുമ്പോട്ട് പോകുന്നു ഇതിൻ്റെ കഥ. ഇതിൽ നമ്മളെ ഭയപ്പെടുത്താൻ ഒരു പ്രേതമോ ഒരു വില്ലനോ അങ്ങനെയൊന്നും നേരിട്ട് വരുന്നില്ല. BGM, മ്യൂസിക്, എഡിറ്റിംഗ് ഇതൊക്കെ നല്ല അടിപൊളിയായി ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയാണ് നമ്മളെ ഈ സിനിമ മുമ്പോട്ട് അടുത്ത് എന്താണ് എന്ന് കണ്ടിരിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് നമുക്ക് എടുത്തു പറയത്തക്ക ഒന്നും ഇതിലില്ല. എനിക്കാണെങ്കിൽ പേഴ്സണലി ഒരു റോളും റിലേറ്റ് ചെയ്ത് കാണാനായി കഴിഞ്ഞില്ല. പക്ഷേ ഇതിൻ്റെ BGM ഒക്കെ വേറെ ലെവലാണ്. നമുക്ക് ആ BGM കേൾക്കുമ്പോൾ നമുക്കൊരു പേടിയൊക്കെ തോന്നും. അങ്ങനെയൊക്കെയാണ് മുമ്പോട്ട്. അല്ലാതെ എടുത്തു പറയത്തക്കതായിട്ടുള്ള ഒന്നും ഇതിലുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. പക്ഷേ ഫസ്റ്റ് ഹാഫൊക്കെ കുറച്ച് ലാഗാണ്. സെക്കൻഡ് ഹാഫിൽ ക്ലൈമാക്സൊക്കെ അവർ ഒരുവിധം നന്നായി പറഞ്ഞു വെച്ചിട്ടുണ്ട്, അത്രേ പറയാനുള്ളൂ. ഈ പറഞ്ഞതുപോലെ മ്യൂസിക്കും BGM തന്നെയാണ് ഈ ഫിലിമിൻ്റെ ഹൈലൈറ്റ്. വേറെ ഒന്നും ഇതിൽ ഹൈലൈറ്റായിട്ട് എടുത്ത് പറയാനില്ല. നിങ്ങളിൽ ആരെങ്കിലും കണ്ടവരുണ്ടെങ്കിൽ അഭിപ്രായം പറയുക. പേഴ്സണലി എനിക്ക് ഇഷ്ടമായി. അങ്ങനെ ഒത്തിരി ഇഷ്ടപ്പെട്ടു എന്ന് പറയാനില്ല, എങ്കിലും എനിക്കിഷ്ടമായി. ചിലർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കാണും, ചിലർക്ക് ബോറൻ സിനിമയായി തോന്നിക്കാണും. ഓരോരുത്തരും കണ്ടവർ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക, കാണാത്തവർ കാണാൻ ശ്രമിക്കുക. അപ്പോൾ അടുത്ത സിനിമയുടെ വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നവരെ ബൈ ബൈ.